അവിടെ ഇവന്റെ കൂടെയോ സബ് കളക്ടറുടെ കൂടെയാ വൈകുന്നേരം. പണ്ട് സുരേഷ് കുമാർ വന്നിട്ട് കള്ളുകൂടി കേസ് കണക്കിനായിരുന്നു ബ്രാൻഡി. എവിടെ? പൂച്ച, പഴയ നമ്മുടെ പൂച്ച ഗവൺമെന്റ് ഹൗസിൽ, ഗസ്റ്റ് ഹൗസിൽ കുടിയും സകല പണിയുണ്ടായിരുന്നു. പെമ്പിളെ ഒരുമ നടന്നു. അന്നും കുടിയും സകല വൃത്തികളും നടന്നിട്ടുണ്ട് അവിടെ. മനസ്സിലായില്ലേ? ആ വനത്തിൽ ആ അടുത്തുള്ള കാട്ടിലായിരുന്നു പണി എന്ന്. ഒരു DYSP ഉണ്ടായിരുന്നു അന്ന്. എന്നാ സജിയോ? ആ, എല്ലാരും കൂടെ കൂടി. ഇതൊക്കെ ഞങ്ങൾക്കറിയാം. മനസ്സിലായില്ലേ? ഞാനത് പറഞ്ഞവിടെ ചാനലുകാരും കൂടെ കൂടെ പൊറുതിയാന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ. ആ പിന്നെ പിന്നെ ആഹാ പിന്നെ പുള്ളിക്ക് ഉപേക്ഷിക്കാൻ പറ്റും. ആഹാ. മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. മേഴ്സിക്കുട്ടിയമ്മ കേട്ടിരിക്കുമല്ലോ അല്ലെ മന്ത്രിയുടെ പ്രതികരണം? താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? അത് അനാവശ്യം തന്നെയാണ് അത്തരം പരാമർശങ്ങൾ. സമരം ചെയ്യുന്ന സ്ത്രീകളോട് നമ്മൾ മാന്യമായി പെരുമാറുന്നതാണ് ഉചിതമായിട്ടുള്ളത്. ഇത് ആധുനിക യുഗമാണ്. എല്ലാവർക്കും സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ശരിയാണെങ്കിൽ സമരത്തിനോടൊപ്പം ചേരണം, തെറ്റാണെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തണം. അതിന് പകരം മോശമായി ചിത്രീകരിക്കുക എന്ന് പറയുന്നത് സംസ്കാരമുള്ള ഒരു ജനം അംഗീകരിക്കില്ല. അത് തീർത്തും ഒഴിവാക്കേണ്ട പരാമർശമാണ്. സ്ത്രീകളടങ്ങുന്ന മന്ത്രിസഭയിലെ ഒരു മന്ത്രി, ഒരു അംഗമാണ് ഈ രീതിയിലുള്ള പരാമർശം നടത്തിയിരിക്കുന്നത്. ഒരു വനിതാ മന്ത്രി എന്ന നിലയിൽ താങ്കൾ ഏത് രീതിയിലായിരിക്കും മന്ത്രിസഭയിൽ അദ്ദേഹത്തെ നിൽക്കണം, അദ്ദേഹം ഇനി ആ സ്ഥാനത്ത് തുടരണമോ വേണ്ടയോ എന്ന തീരുമാനത്തിൽ താങ്കൾ എന്തായിരിക്കും, താങ്കളുടെ പ്രതികരണം എന്തായിരിക്കും? അല്ല, അത് തുടരണമോ വേണ്ടോ എന്നതിലേക്കല്ല ഞാൻ പോകുന്നത്. അദ്ദേഹം അത്തരം പരാമർശങ്ങൾ തിരുത്തിയേ മതിയാവൂ. അത് ഇടതുപക്ഷ മുന്നണിയുടെ സംസ്കാരത്തിന് ചേർന്ന പ്രകടനമല്ല, അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ചേർന്ന സമീപനമല്ല. അത് ഒരു മന്ത്രിക്ക് ചേരുന്ന പരാമർശമാണോ? ഒരു മന്ത്രിക്ക് ചേരുന്ന പരാമർശമാണോ? മന്ത്രിക്ക് ചേരുന്ന പരാമർശം അല്ലാതെ ആർക്ക് സംശയം വേണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇത്തരം പരാമർശങ്ങൾ ഒഴിവാക്കുന്നതാണ് നമുക്കെല്ലാം നല്ലത്. പ്രത്യേകിച്ചും സമരം ചെയ്യുന്ന സ്ത്രീകൾ, അത് പഴയ കാലത്തെ ഒരു കൾച്ചറാണ്. സമരം ചെയ്യുന്നവരെ അടച്ചാക്ഷേപിക്കുക, അതൊന്നും നമ്മൾ അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. സമരം ചെയ്യാനുള്ള അവകാശമൊക്കെ എല്ലാവർക്കും ഉണ്ട്. അവർ ചെയ്യുന്നതിനകത്ത് ശരിയും തെറ്റിനെ കുറിച്ച് നമുക്ക് അഭിപ്രായം പറയാമെന്നല്ലാതെ അവരെ അടച്ചാക്ഷേപിക്കുക എന്നുള്ളത് ഒരു സമൂഹം അംഗീകരിക്കുന്ന നിലപാടല്ല. അതെ, ഇപ്പോ ഇഷ്ടമില്ലാത്തവരെയൊക്കെ ഒന്നീ സംഖ്യകളാക്കുക, അല്ലെങ്കിൽ അപമാനം പറയുക, ഇതൊന്നൊക്കെ പറയുന്നത് ഒരിക്കലും ശരിയായ ഒരു നിലപാടല്ല. നമുക്ക് വസ്തുതാപരമായിട്ടാണ് കാര്യങ്ങളെ കാണുകയും മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടത്. കേരളത്തിനൊരു വലിയ പൈതൃകമുണ്ട്. ആ പൈതൃകത്തിൽ ഇടപെട്ടുകൊണ്ട് നമ്മൾ ശരിയായ പൈതൃകത്തെ മുന്നോട്ട് നയിക്കാൻ ബാധ്യതപ്പെട്ടവർ തെറ്റായ നിലപാട് സ്വീകരിക്കുന്നത് നിർഭാഗ്യകരമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശ്രീമതി മന്ത്രി, ഇക്കാര്യത്തിൽ നിർഭാഗ്യകരമായെന്ന ഒരൊറ്റ പരാമർശം കൂടെ നിങ്ങൾക്ക് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാൻ കഴിയുമോ? ഇങ്ങനെ സ്ത്രീകളെ ആകെ തന്നെ അപമാനിക്കുന്ന, ഉത്തരവാദപ്പെട്ട കസേരയിൽ ഇരുന്നു കൊണ്ട് അങ്ങേയറ്റം അധിക്ഷേപ പരാമർശം നിരന്തരമായി നടത്തുന്ന ഒരാളെ നീക്കാതെ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയ്ക്ക് നിങ്ങളുടെ ഉത്തരവാദിത്തം പൂർണ്ണമാവുക? ഇല്ല, അത് അങ്ങനെ ഒരു നീക്കുക, ഉടനടി നീക്കുക എന്നുള്ളത് എന്റെ ജോലിയല്ലല്ലോ. എനിക്കെന്റെ അഭിപ്രായം പറയുക എന്നതല്ലാതെ നീക്കുക എന്ന് പറയുന്നത് എന്റെ ജോലിയല്ല. അതുകൊണ്ട് ശരിയായ നിലപാടല്ല എന്ന് പറയുന്നതിൽ ഞാൻ അടിയുറച്ച് നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഒരു കമ്മിറ്റിയിലേക്ക് ഇപ്പൊ പോകേണ്ടതില്ല. അത് നല്ല സമീപനമാണ്. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃസമിതിയിൽ ഇരിക്കുന്ന ആളാണല്ലോ താങ്കൾ. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുടെ ഭരണസമിതിയിലുള്ള അല്ലെങ്കിൽ മന്ത്രിസഭയിലുള്ള ആളാണ് നിങ്ങൾ. ആ ഉത്തരവാദിത്വം ഇല്ലേ നീക്കണമെന്ന നിലപാടെടുക്കാൻ? കേവല വിമർശനത്തിനപ്പുറം എന്റെ ഉത്തരവാദിത്വം പറയേണ്ട വേദികളിൽ ഞാൻ പറയാം. ഇപ്പൊ നിങ്ങളോട് പരസ്യമായി പറയുന്നത് അത് ശരിയായ നിലപാടല്ലെന്ന് മാത്രമേ ഉള്ളൂ. തുടരാൻ അർഹതയില്ല എന്ന പ്രതിപക്ഷ വിമർശനത്തെ താങ്കൾ ശരിവെക്കുന്നുണ്ടോ? അല്ല, പ്രതിപക്ഷം പറയുന്നതെല്ലാം എനിക്ക് ശരിവെക്കാൻ കഴിയില്ലല്ലോ. അദ്ദേഹം എടുത്ത നിലപാട് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പ്രതിപക്ഷം പറയുന്ന അഭിപ്രായമല്ല എന്റെ അഭിപ്രായം ആവില്ലല്ലോ. ഇല്ല, മന്ത്രി എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് കഴിയില്ല. അത് സോറി, പ്രതിപക്ഷം പറയുന്ന എല്ലാ അഭിപ്രായവും പ്രതിപക്ഷത്തെ വിടാം. തിരുത്തേണ്ട കാര്യങ്ങൾ മിനിസ്റ്റർ പ്രതിപക്ഷത്തെ വിടാം. ഒരു മിനിസ്റ്റർ എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി ഒരു നിലയ്ക്കും സ്വീകരിക്കാൻ പാടില്ലാത്ത സമീപനമാണിത്. അപ്പൊ ഈ പദവിയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ചെയ്യുക അസാധ്യമായ ഒന്നാണ്. തീർച്ചയായും. പക്ഷെ മണിയുടെ കാര്യത്തിൽ ഇത് ആദ്യത്തേതല്ലല്ലോ മിനിസ്റ്ററെ. ഇത് പലതവണയായി ഇത്തരം പരാമർശങ്ങൾ അദ്ദേഹം നടത്തുകയാണ്. നിങ്ങളുടെ സർക്കാരിന്റെ നയം നടപ്പിലാക്കാനാണല്ലോ മൂന്നാറിൽ ഉദ്യോഗസ്ഥരെ വെച്ചിട്ടുള്ളത്. ആ നയം നടപ്പിലാക്കുന്നു എന്നാണ് CPIയുടെ മന്ത്രി തന്നെ വിശദീകരിക്കുന്നത്. പിന്നെ ആ ഉദ്യോഗസ്ഥനെ നിങ്ങൾ തന്നെ ചീത്ത പറയുന്നത് എവിടുത്തെ മര്യാദയാണ്? എന്ത് സമീപനമാണത്? അതെ, ഈ നയം ഇടതുപക്ഷ മുന്നണിയുടെ നയമാണ് നടപ്പിലാക്കുന്നത്. നയം നടപ്പിലാക്കുന്നവരെ, നയത്തോട് വിയോജിപ്പുള്ളവർക്കൊക്കെ വിയോജിപ്പ് പറയാം. പക്ഷേ ശരിയായി ചിന്തിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്നവരെല്ലാം സംഘികളാണെന്ന് വ്യാഖ്യാനിക്കുന്നതിനോട് ഒട്ടും യോജിക്കുന്നില്ല. ഈ കാര്യത്തിൽ ഉചിതമായ സമീപനം എടുത്തു പോകും നിങ്ങളുടെ പാർട്ടിയും മുന്നണിയും എന്ന് പ്രതീക്ഷിക്കട്ടെ.
തീർച്ചയായും പാർട്ടി ചർച്ച ചെയ്യുമല്ലോ ഇത്തരം വിഷയങ്ങൾ. പക്ഷെ എം എം മണി നടത്തിയിട്ടുള്ള ഇത്തരം പരാമർശങ്ങളിലും ഇത്തരം ഇടപെടലുകളിലും എല്ലാം പാർട്ടി അദ്ദേഹത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന ചരിത്രമാണ് സമീപകാലത്ത് കണ്ടത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരുത്തൽ നടപടിയിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നതിന് യുക്തിയുണ്ടോ? തീർച്ചയായും ചർച്ച ചെയ്യും. പാർട്ടി ഇത്തരം വിഷയങ്ങളൊക്കെ തീർച്ചയായും ചർച്ച ചെയ്യും. തീർച്ചയായിട്ടും ശ്രീ എം എം മണിയുടെ പൊതുപ്രസംഗത്തിലെ ആ പരാമർശം സ്ത്രീകൾക്ക് അപമാനകരമായിട്ടുള്ള ഒന്നാണ് തന്നെയാണ്. ഞാൻ മുഴുവൻ ഭാഗം കേട്ടില്ല, പക്ഷെ ആ കേട്ടിടത്തോളം അത് പരോക്ഷമായി തന്നെ സൂചനകൾ നൽകുന്ന ഒരു പരാമർശമാണ്. തീർച്ചയായിട്ടും പൊതുസമൂഹത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയരുന്നത് സ്വാഭാവികമാണ്. അദ്ദേഹം ആ പ്രസ്താവന പിൻവലിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഈ കാര്യത്തിൽ പാർട്ടി അദ്ദേഹത്തെ തിരുത്തുകയും വേണ്ടിവന്നാൽ നടപടി എടുത്തു പോവുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം ഇപ്പോൾ പാർട്ടിക്ക് മുൻപിലില്ലേ? നേരത്തെ അദ്ദേഹം പല വിവാദ വിഷയങ്ങൾ ഉപയോഗിച്ചു വന്ന ഗ്രാമീണ ഭാഷ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഈ പറയുന്ന സ്ത്രീവിരുദ്ധ പരാമർശം എന്ന നിയമപരമായ പ്രശ്നം കൂടി ഉണ്ടല്ലോ. അദ്ദേഹം ഇപ്പോൾ മന്ത്രിയുമാണ്. പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യേണ്ടത് തീർച്ചയായിട്ടും പാർട്ടിക്കുള്ളിൽ തന്നെ ചർച്ച നടക്കും. പ്രത്യേകിച്ച് ഈ സർക്കാർ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടേറെ ശ്രദ്ധേയമായ നടപടികൾ എടുത്തു വരികയാണ്. എന്താണ് സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് ആ നിലയിൽ നടത്താനായിട്ടുള്ള ഒരു വലിയ താല്പര്യം സർക്കാർ കാണിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ സർക്കാരിന്റെ സദ്ഫലങ്ങൾ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പകരം പലതരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കും. അപ്പൊ അതൊക്കെ തന്നെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ് ശ്രീ എം എം മണി അത് മനസ്സിലാക്കുമെന്നും അദ്ദേഹം അതിൽ പ്രസ്താവന തിരുത്തി പെമ്പിളൂരുമയുടെ പ്രവർത്തകർക്ക് ഉണ്ടായിട്ടുള്ള മാനസിക പ്രയാസത്തെ അദ്ദേഹം അത് പരിഹരിക്കുമെന്നുള്ള വിശ്വാസം എനിക്കുള്ളത്. ഈ കാര്യത്തിൽ അദ്ദേഹത്തിനെതിരെ ഒരു നടപടി ആലോചനയല്ല, മറിച്ച് അദ്ദേഹം തിരുത്തിപ്പോയാൽ മതി എന്ന് ലഘൂകരിക്കുകയാണോ താങ്കൾ ഇതിനെ? ഇല്ല, ഞാൻ പാർട്ടിയുടെ ഒരു പ്രവർത്തകയാണ്, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്. പക്ഷെ പാർട്ടി നടപടി എടുക്കേണ്ടത് പാർട്ടി കമ്മിറ്റിയിലാണ്, ചർച്ചയുടെ ഭാഗമായിട്ടാണ് വരേണ്ടത്. അല്ലാതെ വ്യക്തിപരമായി വിളിച്ചു പറയേണ്ട കാര്യമല്ല പാർട്ടി നടപടി എന്നുള്ളത്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം എന്ന നിലയിൽ തന്നെ പാർട്ടി കൈകാര്യം ചെയ്യുന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. പക്ഷേ ഈ സ്ത്രീകളുടെ സുരക്ഷിതത്വം, സ്ത്രീകളുടെ മാനാഭിമാനം അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളിലൊക്കെ വലിയ തോതിലുള്ള നിലപാട് കൈക്കൊള്ളുകയും തെരഞ്ഞെടുപ്പിൽ പോലും അത് വലിയ സീരിയസ് ആയി ഉന്നയിക്കുകയും ചെയ്ത് അങ്ങനെ കൂടി അധികാരത്തിൽ വന്ന ഒരു സർക്കാർ, പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, അതിന്റെ തലപ്പത്തിരിക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലിരിക്കുന്ന മന്ത്രിസഭയിലെ തന്നെ പ്രമുഖനായ ഒരാൾ ഒരു നിലയ്ക്കും കടന്നു പോകാൻ കഴിയാത്ത വഴികളിലൂടെയാണ് സംസാര മധ്യേ അദ്ദേഹം കടന്നു പോകുന്നത്. നിരാശപ്പെടുത്തുകയാണ് ആളുകളെ ഇത്തരം സമീപനം. അത് സർക്കാരിന് വലിയ തലവേദനയാവുന്നില്ലേ ടി.എൻ. സീമ? ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ചിടത്തോളം, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് വേണ്ടി നടത്തേണ്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇത്രയും ചെറിയ സമയത്തിനകം തന്നെ ഒരുപാട് നടപടികൾ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അതൊന്നും ഇതിന്റെ ഭാഗമായിട്ട് തടസ്സപ്പെടുകയോ അല്ലെങ്കിൽ ഇല്ലാതാവുകയോ ചെയ്യില്ല. പക്ഷെ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ, പ്രത്യേകിച്ച് സീനിയർ ആയിട്ടുള്ള ഒരാളുടെ ഭാഗത്തു നിന്ന് ഇത് വരുന്നത് തീർച്ചയായിട്ടും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുക തന്നെയാണ്. പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഇവിടെ എം എം മണി ഇപ്പോ നമുക്കറിയാം കേരളമാകെ തന്നെ ശ്രദ്ധിക്കപ്പെട്ട, ലോകമാകെ ശ്രദ്ധിക്കപ്പെട്ട സമരമാണ് പെമ്പിളയൂരുമയുടെ സമരം. നിങ്ങളുടെ പാർട്ടി എന്നത് പോലും വലിയ സമര പോരാട്ടങ്ങളുടെ ചരിത്ര വഴികളിലൂടെ കടന്നു വന്ന് കേരളീയ പൊതുസമൂഹത്തിൽ ഇടം പിടിച്ച പാർട്ടിയാണ്. അപ്പോൾ ഒരു സമരത്തെ അധിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷ നമുക്കറിയാം. അങ്ങനെ ഏറ്റവും മോശം പരാമർശങ്ങളിലൂടെ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന ഒരു മന്ത്രിക്കെതിരെ എന്തു സമീപനം നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും നേരത്തെ പറഞ്ഞ സ്ത്രീ വിഷയങ്ങളിൽ എടുക്കുന്ന സമീപനത്തിലെ ആത്മാർത്ഥത വിലയിരുത്തൽ. ഇല്ല, ഏത് സമരത്തെ സംബന്ധിച്ചും രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷെ ഈ പ്രസംഗത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള മോശമായ പദപ്രയോഗങ്ങളാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തികച്ചും അത് പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യം തന്നെയാണ്. ബാക്കി എന്ത് നടപടി എടുക്കും, ഏത് തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് മുന്നണിയുണ്ട്, പാർട്ടിയുണ്ട്, സർക്കാരുണ്ട്, അവർ സ്വീകരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒരു പ്രവർത്തക എന്ന നിലയിലുള്ള എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. അത്തരത്തിലുള്ള പരാമർശങ്ങൾ സ്ത്രീകൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് ഞാൻ പറയുന്നത്, ഇവിടെ സ്ത്രീകൾക്ക് അനുകൂലമായും സ്ത്രീകളുടെ സുരക്ഷിതത്വവും സ്ത്രീകളുടെ അഭിമാനവും ഉയർത്തിപ്പിടിക്കാൻ പ്രവർത്തിക്കുമെന്നൊരു മുന്നണി നിരന്തരമായി പറയുകയാണ്, ഒരു പാർട്ടി നിരന്തരമായി വാഗ്ദാനം ചെയ്യുകയാണ്. പക്ഷെ അതിനിടയിലൂടെ ഒരു ഉന്നത നേതാവ് ഇത്തരം പരാമർശങ്ങൾ നടത്തിപ്പോയാൽ ആ കാര്യത്തിലെങ്കിലുമുള്ള വിശ്വാസ്യത നഷ്ടമുണ്ടാവില്ല എന്നാണ്. ഇല്ല, നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ പറയുന്നതും ഒരേ കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്. ഇദ്ദേഹം പറഞ്ഞ പരാമർശങ്ങൾ തീർച്ചയായിട്ടും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ പാർട്ടിയും സർക്കാരും മുന്നണിയും ഒക്കെ പരിശോധിക്കുന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. അല്ല, നമുക്കിപ്പോ ചർച്ച നടത്തിയ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഈ നിലപാട് ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ സ്വീകരിക്കും.